ഹായ് കൂട്ടുകാരെ, എല്ലാവരും സേഫായിട്ടിരിക്കുന്നല്ലോ. സുഖം തന്നെയല്ലേ എല്ലാവർക്കും. നമുക്കിന്ന് ഇങ്ങനെ ഒരു ചിക്കൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അതിന് ഞാൻ ബോൺലെസ് ചിക്കൻ ഒരു പീസ് ബ്രസ്റ്റിൻ്റെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 എല്ലുള്ള വിങ്സിൻ്റെ പീസും എടുത്തിട്ടുണ്ട്. ഈ ബ്രസ്റ്റിൻ്റെ പീസ് നമുക്ക് കട്ട് ചെയ്ത് ഒരു ബോളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആ വിങ്സിൻ്റെ പീസും കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിനെ അധികം മസാലകളൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അളവിലുള്ള സോയാ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ എല്ലാവർക്കും അറിയാമല്ലോ, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇങ്ങനെ ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒറിഗാനോ ചേർക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് അത് തന്നെയല്ല, കറി വെക്കുന്നതും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഇനി അത് നന്നായിട്ട് പുരട്ടിയിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, ഇതെല്ലാം ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഒരു ബോളിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ്, ചില്ലി സോസ്, അതേപോലെ തന്നെ ടൊമാറ്റോ കച്ചപ്പ്, ഇത്രയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് ശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ അളവിലുള്ള കോൺഫ്ലോറാണ്, അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തതിന് ശേഷം ഈ സോസിലേക്ക് ഇത് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതെപ്പോഴും സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി, അതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും, ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലൊരു പരന്ന അതായത് പാനിലേക്കിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വേകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരു 7-8 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് വേവിച്ച് വേണം എടുക്കാനായിട്ട്. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ നമുക്കിതുപോലെ തിരിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതേപോലെ വേവിച്ചെടുക്കാം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇപ്പോൾ ദേ ചിക്കൻ്റെ കളറൊക്കെ മാറി തുടങ്ങി, എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ ഒരു വലിയ സവാളയാണ് ഇതുപോലെ സ്ലൈസ് ചെയ്താണ് എടുത്തു കൊടുക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ക്യാപ്സിക്കമാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അതായത് റെഡും ഗ്രീനും യെല്ലോയും ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. ഇതിന് ക്യാപ്സിക്കമാണ് ഈ കറിക്ക് ചേർക്കേണ്ടത്. ഇതിപ്പം നിങ്ങളുടെ കൈവശം ക്യാപ്സിക്കം ഇല്ലെന്നുണ്ടെങ്കിൽ തക്കാളി ഉണ്ടല്ലോ, തക്കാളിയുടെ കുരു കളഞ്ഞിട്ട് അതാണേലും ഇതേപോലെ നീളത്തിലരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറണം, ആ രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഈ ക്യാപ്സിക്കത്തിനും ഉള്ളിക്കും വേണ്ടി ആയിട്ടുള്ള ഉപ്പാണ്, ഒത്തിരി ഉപ്പാവരുത് കേട്ടോ. നമ്മൾ ചിക്കന് കാര്യമായിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് കൂടാൻ പാടില്ല.
ഇനി നമുക്ക് അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോസ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചേർത്ത് നമുക്ക് കൊടുക്കാം. കണ്ടല്ലോ, നമ്മുടെ കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അതിനകത്തേക്ക് ഒരു അല്പം ഒറിഗാനോ കൂടെ വേണേൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ.